ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? സ്വരാക്ഷരങ്ങളായിരുന്നല്ലേ. സ്വരാക്ഷരങ്ങൾ എഴുതാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് എവിടം വരെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? ആ തൊട്ട് ഊ വരെയായിരുന്നു നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആണ് ഇത് ചെയ്യുന്നത്. ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ പല പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ കാണുമ്പോഴത്തേക്ക് ആദ്യം തൊട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ ആദ്യം മുതൽ പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നേരെ എഴുതാൻ നോക്കിയാലോ? നമ്മുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. കിഡീസ് മലയാളം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വരുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കിഡീസ് മലയാളം എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമ്മൾ ഊ വരെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അടുത്ത അക്ഷരം എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാവോ? ആ ആ, ഇ ഈ, ഉ ഊ. ഊ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എറുവാണ്. കേട്ടിട്ടുണ്ടോ കൂട്ടുകാര്? എറുന്ന് ഋഷി എന്നൊക്കെ നമ്മൾ എഴുതൂലേ? അപ്പം എറുവാണ് കേട്ടോ എഴുതുന്നേ. നോക്കിയാലോ എറു എഴുതുന്നത് എങ്ങനെയാന്ന്? ഇതാണ് എറു. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ബുക്കും പേപ്പറും ഒന്നും എടുക്കണ്ട. ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് മാത്രം എഴുതിയാൽ മതി. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു വട്ടപ്പൂജ്യം വരയ്ക്കില്ലേ, അതുപോലെ വരയ്ക്കണേ. ഇങ്ങനെ വരച്ചിട്ട് പതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വട്ടം കൂടെ ഇടണം. ഇടം വരെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടുന്ന് തന്നെ നേരെ താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ മുട്ടിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെയാട്ടോ എറു എഴുതുന്നേ. ശ്രദ്ധിച്ചിരിക്കാവോ എല്ലാവരും? ഇങ്ങോട്ട് ആദ്യം നമ്മൾ ഒരു വട്ടം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് പതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു വട്ടം വരച്ചു. ഇപ്പൊ ഒരു വള്ളം പോലെ ആയില്ലേടാ. ഇനി അവിടെ നിന്ന് നേരെ താഴത്തേക്ക് കൊണ്ടുവന്ന് ദാ ഇവിടെ മുട്ടിക്കണം. മനസ്സിലായോ? എഴുതാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പതിയെ നോക്കിയാൽ മതി, ധൃതി ഒന്നും പിടിക്കണ്ട കേട്ടോ. ഈ ഒരു കാര്യം ചെയ്തേ, പെൻസിലും ബുക്കെല്ലാം എടുത്തിട്ട് പതിയെ എഴുതി എൻ്റെ ഒപ്പം എഴുതിക്കോ. ഓക്കെ, നോക്കിക്കോട്ടാ. വട്ടം വരച്ചു. ഇത്രയും വരച്ചോ? ആ, ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ വള്ളം പോലെ കൊണ്ടുവന്നിട്ട് ഇവിടെയും വരയ്ക്കണം. അത്രയും വരച്ചോ? ആ, വരച്ചോ, കുഴപ്പമില്ല. ആ, ഓക്കെ. എന്നിട്ട് അവിടെ നിന്ന് നേരെ കൊണ്ടുവന്ന് ഇവിടെ മുട്ടിക്കണം. അത്രയേ ഉള്ളൂ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ, എഴുതി കാണിച്ചു തരാം, കുഴപ്പമില്ല. ഒരു വട്ടം വരച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് രണ്ട് സൈഡിൽ ഓരോ വട്ടപൂജ്യം പോലെ ആയിരിക്കുന്നത്. നോക്കിക്കേ, ഇത് എന്തക്ഷരം? ഇത് എറു. ഋഷി എന്നൊക്കെ നമ്മൾ എഴുതൂലേ? അപ്പം ഈ അക്ഷരമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. രണ്ട് സൈഡിൽ ഇങ്ങനെ വട്ടപൂജ്യം പോലെ വരച്ചിട്ട് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് കൊണ്ടുവന്ന് ദാ ഇവിടെ മുട്ടിക്കണം. മനസ്സിലായോ? ആ, ശരിയായിട്ടുണ്ട് കേട്ടോ. 2-3 കൂടെ എഴുതി കാണിക്കാം. അപ്പം നന്നായിട്ട് എഴുതാൻ പറ്റൂലേ? ആദ്യം നമ്മളിങ്ങനെ ഒരു വട്ടം പോലെ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ മുട്ടിക്കണം. ആ, എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ട് മുട്ടിക്കണം. എന്തക്ഷരാണിത്? എറു. പറഞ്ഞേ, എറു. ആ, നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? ഇത് എന്താ? ഇത് സ്വരാക്ഷരങ്ങളിൽ ആ ആ, ഇ ഈ, ഉ ഊ, എറു. എറു വരെ പഠിച്ചോ കൂട്ടുകാര്? എഴുതാൻ പറ്റുന്നുണ്ടോ? ആ, ഇത്ര എഴുതിയാൽ മതിയോ? എഴുതണോ ഇനി? മനസ്സിലായോ? ആ, നമുക്ക് എന്നാ അടുത്ത അക്ഷരം എഴുതാം. പോട്ടെ അടുത്ത അക്ഷരത്തിലോട്ട്. ശരി, എന്നാ നമ്മൾ ഇവിടം വരെയായിരുന്നു പഠിച്ചത്, എറു വരെ. അടുത്ത അക്ഷരം എഴുതാം നമുക്ക്. അടുത്ത അക്ഷരം ഏതാണ്? സ്വരാക്ഷരങ്ങളാണിത്. ഇത് ഏതൊക്കെയാണ്? ആ ആ, ഇ ഈ, ഉ ഊ, എറു. അത്രയും മനസ്സിലായില്ലേ? അടുത്ത അക്ഷരമാണ് എ ആണ് കേട്ടോ. എ എങ്ങനെ എഴുതുന്നേ?
ഇതാണ് എ. ഇതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നോക്കിയോട്ടാ. ആദ്യം നമ്മൾ റാ എഴുതി. ഇപ്പം എഴുതണ്ട, എഴുതി കാണിച്ചിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ എല്ലാവരും? റാ എഴുതിയിട്ട് നേരെ ഒരു വര വരയ്ക്കുന്നുണ്ട്. നോക്ക്, റാ എഴുതി നേരെ ഒരു വര വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നേരെ മേലിലേക്ക് ഒരു വര വരയ്ക്കുന്നുണ്ട്. ഇതെന്തക്ഷരാണിത്? അറിയോ ആർക്കെങ്കിലും? ഇതെന്തക്ഷരാണ്? ഇത് പായാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് താഴേക്ക് എടുത്ത് ഇങ്ങനെ ഇവിടെ വരെ എഴുതുന്നു. ഇതിൽ എത്ര റാ വരുന്നുണ്ട്? 1, 2 റാ വരുന്നുണ്ടല്ലേ? അത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. 2 റാ വരുന്നുണ്ട്. ഇതാ നോക്കിയേ, ഒരു ചെറിയ റായും ഒരു വലിയ റായും. ചുമ്മാ ഓർക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ, നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായോ ഇത് എഴുതാൻ? നമുക്കൊന്നുകൂടെ എഴുതിയാലോ? ആദ്യം ഒരു റാ വരച്ചിട്ട് ഇനി എന്താ ചെയ്യാ? നേരെ വര വരയ്ക്കും അല്ലേ? നേരെ ഒരു വര വരച്ചിട്ട് ഇനി എന്ത് ചെയ്യും? മേളിലേക്ക് വരച്ചിട്ട് ഇനി താഴത്തേക്ക് കൊണ്ടുവരണേ. ഇങ്ങനെ ഒരു റാ വരച്ചു. ഇതെന്തക്ഷരാണ്? എ. എലി എന്നൊക്കെ എഴുതൂലേ നമ്മള്? ആ അക്ഷരാണ് കേട്ടോ ഇത്. എ. താഴെ എഴുതട്ടെ ഒന്നുകൂടി. റാ വരച്ചിട്ട് കാണാൻ പറ്റൂടാ? ഇവിടെ എഴുതിയെന്നാ. റാ വരച്ചിട്ട് എന്താ ചെയ്യാ? നേരെ ഒരു വര വരച്ച് മേലിലോട്ട് വരച്ചിട്ട് നോക്ക്. ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് കൊണ്ടുവന്ന് വലിയൊരു റാ വരക്കുന്നുണ്ട്. എന്തക്ഷരാണിത്? എ. ശരിയല്ലേ? നമുക്ക് ബുക്ക് എടുക്കാവോ? നമുക്ക് എഴുതി നോക്കാം. 3 എഴുതി കാണിച്ചില്ലേ? എഴുതാൻ പറ്റുമോ കൂട്ടുകാർക്ക്? പറ്റില്ലെന്നോ? അത് കൊള്ളാമല്ലോ. ഒന്നുകൂടെ എഴുതാന്നാ, എന്നിട്ട് ബുക്ക് എടുക്കാം. റാ എഴുതി നേരെ ഒരു വര വരച്ച് മേലിലോട്ട് വരച്ചിട്ട് ഇനി എന്താ ചെയ്യാ? ഇങ്ങനെ വലിയൊരു റാ വരയ്ക്കുന്നുണ്ടല്ലേ? എന്തക്ഷരാണിത്? എ. ബുക്ക് എടുക്കുമോ? എഴുതാൻ പറ്റുമോ? എടുത്തോ എന്നാ. ഇവിടെ എഴുതി കാണിക്കട്ടെ. റാ എഴുതി. അത്ര എഴുതിയോ? നേരെ ഒരു വര വരച്ചിട്ട് അത്രയും വരച്ചോ? ഇനി മേലോട്ട് വരച്ച് മേലോട്ട് ഇത്രയും വരച്ചിട്ട് നിർത്ത്. വരച്ചോ? ഇനി അവിടെ നിന്ന് തന്നെ നേരെ താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് റാ എഴുതണം. മനസ്സിലായോ? ഇതെന്തക്ഷരാണിത്? എ. എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? സാരില്ല, ഒന്നുകൂടെ എഴുതി കാണിക്കാട്ടാ. ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ എഴുതട്ടെ, കാണാൻ പറ്റുമോ? റാ എഴുതി ഒരു വര ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ വരച്ചിട്ട് അത്രയും വരയ്ക്കും. ഒപ്പം വരച്ചോ, അപ്പം എഴുതാൻ പറ്റും. വരച്ചോ അത്രയും? ഇനി ഇവിടെ നേരെ താഴത്തേക്ക് കൊണ്ടുവന്ന് എന്തക്ഷരാണിത്? എ. എഴുതിയോ കൂട്ടുകാര്? ഇപ്പൊ ശരിയായിട്ടുണ്ടല്ലോ. ശരിയാണ് കേട്ടോ. പഠിച്ചോ എ എഴുതാൻ? എഴുതി കാണിക്കണോ ഒന്നുകൂടി? 2 കൂടെ കാണിച്ചു തരാം. നോക്കിയോട്ടാ. റാ എഴുതി. ഇവിടെ എഴുതി കാണാൻ പറ്റുമോ? റാ എഴുതിയിട്ട് നേരെ ഒരു വര വരച്ച അത്രേ മേലോട്ട് പൊക്കി അവിടെ നേരെ താഴേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ. ശരിയായില്ലേ? അത്രേ ഉള്ളൂ. പഠിച്ചല്ലോ അപ്പൊ കൂട്ടുകാര്. നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാമെന്നാ. ഇപ്പൊ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? ആ, ഇ, ഈ, ഉ, ഊ, എറു, എ. എ വരെയാണ് പഠിച്ചത് നമ്മൾ. അടുത്ത അക്ഷരം എന്താണ്? കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാവോ അടുത്ത അക്ഷരം എന്താന്ന്? എ. അതാരാ പറഞ്ഞേ? കറക്റ്റ് ആണ് കേട്ടോ. എ ആണേ. നമുക്കിത് തൂത്തിട്ട് എ പഠിക്കാം. എ പഠിച്ചോണ്ട്
എ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എഴുതി നോക്കാവേ. ഇതൊന്ന് തുടയ്ക്കട്ടെ. അടുത്ത അക്ഷരം എഴുതാം നമുക്ക്. അടുത്ത അക്ഷരം എന്താണ്? എ. എഴുതാൻ സിമ്പിളാട്ടോ. മനസ്സിലായോ കൂട്ടുകാർക്ക് എ എങ്ങനെ എഴുതുന്നതെന്ന്? ഇതാണ് എ. എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി എ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. കാണിച്ചു തരാട്ടോ എങ്ങനെ എഴുതുന്നതെന്ന്. നോക്കിയിരിക്കേ. നമ്മൾ എ എങ്ങനെയായിരുന്നടാ എഴുതിയത്? റാ എഴുതി നേരക്കൊരു വര വരച്ച് മേലോട്ട് വരച്ച് താഴേക്കെടുത്ത് റാ പോലെ കൊണ്ടുവരും അല്ലേ? ഇതെന്തക്ഷരാണിത്? ഇത് എ ആണ്. എ എഴുതുന്നത് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഈ പകുതി വരെയാണ് കൊണ്ടുവരുന്നത്. റാ കംപ്ലീറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് അവിടെ നിന്ന് ദാ പോലെ എഴുതുന്നു. എന്തായി? എ. എ എഴുതുന്നത് ഇങ്ങനെയാണ്. എഴുതാൻ പഠിച്ചാൽ നമുക്ക് എ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ തന്നെ ആ എഴുതാൻ പഠിച്ചാൽ ആ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാണ് അല്ലേ? ആയുടെ കൂട്ടത്തിൽ ഒരു വള്ളി ഇട്ടാൽ മാത്രം മതി. ഈ എഴുതി കഴിഞ്ഞാൽ ഈയുടെ കൂട്ടത്തിൽ ഈ കുനിപ്പ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഈ പഠിക്കാം നമുക്ക്. ഊ ആണെങ്കിലോ ഊ എഴുതി കഴിഞ്ഞാൽ ഊവിൻ്റെ കൂട്ടത്തിൽ ഒരു കുനിപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഊ ആകും. എറുവാണുള്ളത്. പിന്നെ എ പഠിച്ചു കഴിഞ്ഞാൽ എ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാണ് അല്ലേ? കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? എ ആണ് പഠിച്ചത്. ഒന്നും കൂടെ എഴുതി കാണിക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിയോ. റാ എഴുതി നേരെ വര വരച്ച് മേലോട്ട് വരച്ച് താഴേക്ക് കൊണ്ടുവന്ന് ഇവിടം വരെ കൊണ്ടുവരണം അല്ലേ? ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ദാ പോലെ എഴുതുന്നതാണ് എ. പറ്റുന്നുണ്ടോ എഴുതാൻ? ആ എ നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് എ എഴുതാൻ സിമ്പിളാണ്. നോക്കിക്കോ ഒന്നുകൂടെ. ഞാൻ എഴുതി കാണിച്ചു തരാം. റാ പോലെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതി മേലോട്ട് വരച്ച് താഴേക്ക് കൊണ്ടുവന്ന് എ. എന്താണിത്? എ. ശരിയായോ? ശരിയായോ? ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാവേ. റാ പോലെ കൊണ്ടുവന്ന് നേരെ വരച്ച് മേലോട്ട് കൊണ്ടുവന്ന് താഴേക്കെടുത്ത് എ. മനസ്സിലായോ കൂട്ടുകാർക്ക്? ആ എഴുതാം നമുക്ക്. ഒന്നുകൂടെ എഴുതാം. റാ എഴുതി നേരെ ഒരു വര വരച്ച് മേലോട്ട് വരച്ച് താഴേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ. എന്തക്ഷരാണിത്? എ. പഠിച്ചോ? അടുത്ത അക്ഷരം നോക്കാം നമുക്കെന്നാ. എ സിമ്പിൾ അല്ലേടാ? എ എഴുതാൻ പഠിച്ചോണ്ട് എ എഴുതാനായിട്ട് ഭയങ്കര സിമ്പിളാണ് അല്ലേ? എന്തൊക്കെ പഠിച്ചടാ നമ്മള്? ആ ആ ഇ ഈ ഉ ഊ എറു എ ഏ അല്ലേ? ഇനി അടുത്ത അക്ഷരം എന്താണ്? ഐ ആണ് കേട്ടോ അടുത്ത അക്ഷരം. എങ്ങനെ എഴുതുന്നേ? ഇത് ഐ ആണേ. ഇങ്ങനെയാണ് ഐ എഴുതുന്നേ. താഴെ എഴുതി നോക്കിയാലോ നമുക്ക്. നമ്മൾ റാ എഴുതില്ലേടാ? റാ എഴുതുന്നതിൻ്റെ ഉള്ളിൽ ഒരു ചുറ്റിക്കെട്ടിട്ട് ഇങ്ങനെ എഴുതുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എ പഠിച്ചില്ലേ? ആ എ അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ആ അക്ഷരമാണ് ഐ. നോക്കിക്കോ. ഐ. ഇതെന്തക്ഷരാണ്? ഐ. ഐ എഴുതാൻ സിമ്പിൾ അല്ലേ? റായുടെ ഉള്ളിൽ ഒരു ചുറ്റിക്കെട്ടിടുക. ഈ എ ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് എഴുതിയെടുക്കുക. എഴുതണ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാവേ. റായുടെ ചുറ്റിക്കെട്ട് ഇങ്ങനെ എഴുതുക. എഴുതുന്ന എങ്ങനെയാ? റാ എഴുതി നേരൊക്കെ ഒരു വര വരച്ച് മേലോട്ട് വരച്ച് താഴേക്ക് വരച്ച് ഇങ്ങനെ. എന്തക്ഷരാണിത്? ഐ അല്ലേ? ഐസ്ക്രീം എന്നൊക്കെ എഴുതില്ലേ നമ്മള്? അതിൻ്റെ ഐ ആണ്. കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ ഐസ്ക്രീം? അപ്പം മറക്കത്തില്ലല്ലോ. ഐ എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം നമുക്കൊന്നുകൂടി. കുനിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് റാ എഴുതി ഉള്ളിൽ ചുറ്റിക്കെട്ടിട്ടിട്ട് എ എഴുതണം. എ മനസ്സിലായോ?
ഐ എഴുതുന്ന എങ്ങനെയാന്ന് നിർത്താം നമുക്കെന്നാ. പഠിച്ചോ കൂട്ടുകാര്? നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാ പഠിച്ചത് ഒന്നുകൂടെ പറയാം. ആ പഠിച്ചു, ആ, ഇ, ഈ, ഉ, ഊ, എറു, എ, ഐ വരെയാണല്ലേ കൂട്ടുകാരെ നമ്മൾ പഠിച്ചു നിർത്തിയത്. കൂട്ടുകാർ പഠിച്ചോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞു തരാലോ. ഐ വരെ നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളത്. പാർട്ട് 4ലാണ് അടുത്ത അക്ഷരങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ ആദ്യം തൊട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. കിഡീസ് മലയാളം യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.